ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന കേരളത്തിൽ ഇരുന്നിട്ട് ഇവിടെ ആൾക്കാർ പറയുന്നത് മാർക്കോ സിനിമ വയലൻസ് ആണ്. എല്ലാ ആൾക്കാരും ഉണ്ണുപോകുന്നതിന് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മാർക്കോ സിനിമയെ ബന്ധപ്പെട്ടുള്ള കോണ്ടന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്കോ സിനിമ ഇറങ്ങുന്നതിന്റെ ഒരു 12 മണിക്കൂർ മുമ്പ് വരെ ഈ സിനിമ പൊട്ടിപ്പോവും. ഈ സിനിമയോടെ ഉണ്ണിമുന്നന്റെ കരിയർ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സിനിമ ഒന്ന് ഹിറ്റ് ആയപ്പോഴത്തേനും പ്ലേറ്റ് രണ്ടായിട്ടങ്ങ് മറിച്ച് എന്നിട്ട് പറയുന്ന ആൾക്കാർ എന്നിട്ട് ഉണ്ണിമുന്ന സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇത് പൃഥ്വിരാജ് അഭിനയിച്ചായിരുന്നെങ്കിൽ മാർക്കോ സിനിമയുടെ റേഞ്ച് മാറിയാനേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഉണ്ണിമുന്നനെ ഒന്ന് അഭിനന്ദിക്കാൻ മടിക്കുന്ന ആൾക്കാർ പോയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു മാർക്കോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഇതിന്റെ സംവിധായകൻ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ സിനിമ പൊട്ടിയെന്ന് നിങ്ങൾ കരുതുക, ആരുടെ തലയിൽ എഴുതാനെ? നിർമ്മാതാവിന്റെ പേരായിരിക്കും എവിടെയെങ്കിലും കേൾക്കുമോ? ഇല്ല, കേൾക്കാൻ പോകുന്നില്ല. സംവിധായകന്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുമോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. പൊട്ടിയാരെങ്കിൽ പറഞ്ഞാൽ ഉണ്ണി പോകുന്നതിന്റെ രാഷ്ട്രീയം വെച്ച് മലയാളികൾ തെരഞ്ഞു പിടിച്ച് ഉണ്ണിമുന്നന്റെ പടം പൊട്ടിച്ചാണെന്ന് ആൾക്കാരോട് അടിച്ചു വിട്ടാനെ. ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ചില ആൾക്കാർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പലയിടത്തും വന്നിട്ട് കമന്റ് ഒക്കെ ഒട്ടിച്ചു വിടുന്നുണ്ട് ഉണ്ണിമുന്നന്റെ സിനിമയ്ക്കെതിരായിട്ടൊക്കെ. ഇതുപോലെ ഇപ്പൊ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നിയെന്ന് വെച്ചാല് പുള്ളിക്കാരൻ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണെന്നുള്ളതാണ്. പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: മാർക്കോ നിരോധിക്കണം, രാജ്യദ്രോഹ സിനിമ, സെൻസർ ബോർഡ് അംഗങ്ങളെ പ്രതിയാക്കണം, പണം തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ. ഈ രാജ്യദ്രോഹം എന്നൊക്കെ ഈ സിനിമയുടെ ക്യാപ്ഷൻ എഴുതി വെച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വയലൻസിനെ പറ്റി പറയാൻ, ഇതൊരു വയലൻസ് ഉള്ള ഒരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോകാൻ നേരത്ത് അത് A സർട്ടിഫിക്കറ്റ് ആണ്, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ കയറാവുള്ളൂ. അത് സിനിമക്കാർ പറയുന്നുണ്ട്, സെൻസർ ബോർഡും പറയുന്നുണ്ട്. തിയേറ്ററിൽ ആളെ കയറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികൾ കയറുന്നുണ്ടെങ്കിൽ തിയേറ്ററുകാർക്കെതിരെയാണ് കംപ്ലൈന്റ് എടുക്കേണ്ടത്, അല്ലെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ട ഒരു പടമാണ് മാർക്കോ. ഈ സിനിമ കണ്ടിറങ്ങാൻ നേരത്ത് ഞാൻ നോക്കാൻ നേരത്ത് കൊച്ചു കുട്ടിയൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് അച്ഛൻ വന്ന് നിൽക്കുകയാണ് പടം കയറാൻ വേണ്ടി. അപ്പൊ ഇത് ആരാണ് തെറ്റുകാരൻ? അച്ഛനല്ലേ. അച്ഛനോട് ആര് പറഞ്ഞു കുട്ടിയെ കൊണ്ട് തിയേറ്ററിൽ വരാൻ? ഈ 16 വയസ്സ് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ മാത്രം കണ്ട സിനിമ കാണുന്നതിന് വേണ്ടി ഉള്ള വിവരക്കേട് കാണിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരെ കയറി വരും, തിയേറ്ററുകാരെ അത് അനുവദിക്കുന്നു. ആരാണ് കുറ്റക്കാർ? സിനിമക്കാരാണോ? അല്ല. ഇപ്പൊ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇതിനു മുമ്പ് വന്ന സിനിമകളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കൊടൂര റേപ്പ് കേസുകളൊക്കെ നടക്കുന്ന സിനിമകൾ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടോ? ആരെങ്കിലും ഇല്ല. ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മനോഭാവം നമ്മളൊന്ന് ആലോചിച്ചു. ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ നായകനായിട്ട് തോന്നി നമ്മൾ ആൾക്കാരെ ഇടിക്കാനും ഒക്കെ നടക്കുകയാണ്. ബോധമില്ല, വിവരക്കേട് എന്നല്ല എന്താ പറയേണ്ടത്. നിങ്ങൾ സ്പൈഡർമാൻ സിനിമ കണ്ടിട്ട് സ്പൈഡർമാൻ ആണെന്ന് പറഞ്ഞിട്ട് 4-5 നിലയുടെ ബിൽഡിങ്ങിന് മുകളിൽ പോയിട്ട് ഇങ്ങനെ കാണിച്ച് ചാടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആത്മാവ് മുകളിലേക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലും, ഏത് ഹോസ്പിറ്റലിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ, അവിടുന്ന് മരുന്ന് തരും. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമാണ്, കാരണം ബോധമില്ല, വെളിവില്ലാത്തത് കൊണ്ട്. നിങ്ങൾ രാജമാണിക്ക സിനിമ കാണാൻ പോയി എന്നിട്ട് വെളിയിലിറങ്ങി എന്തൊരു അന്തരാസ് കുന്തരാസ് എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? അല്ല, സിനിമയായിട്ട് കാണുക, അത്രേ ഉള്ളൂ. ഇതിന് നമ്മുടെ നാട്ടിൽ എത്രയോ സൈക്കോ പടങ്ങൾ വന്നിട്ടുണ്ട്, എന്നും പറഞ്ഞാൽ എല്ലാവരും സൈക്കോ ആയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് നോക്കുക, അമൽ നീരദിന്റെ ഒരു പടം വന്നിട്ടുണ്ട്, കുഞ്ചാക്കോബന്റെ ബോഗൻവില്ല. അതിനകത്ത് ബോഗൻവില്ലയ്ക്കകത്ത് കുഞ്ചാക്കോബന്റെ ക്യാരക്ടർ എന്താണ്, ആ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമ നിരോധിക്കാനാണോ അറിയുന്നത്? അല്ല. വെറുതെ എന്തിനാണ് ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ വരാൻ നേരത്തെ ഇതിന് പിന്നാലെ നടക്കാണ്. സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ സിനിമ നിരോധിക്കണം, രാജ്യദ്രോഹ സിനിമയാണെന്ന് നടക്കും. എന്ത് രാജ്യദ്രോഹം? ഇനി ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. പുള്ളിക്കാരൻ ഒരു വലിയ പോലീസുകാരനാണല്ലോ. പുള്ളിക്കാരന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ, ആ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇപ്പം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ്, സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയെ കണ്ടെടുത്ത് വെച്ച് ബൂട്ട്സ് ഇട്ട് അടിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരാളല്ലേ ഇവിടുത്തെ പോലീസുകാർ. ഇപ്പൊ റിട്ടയർ ആവുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യും, ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷമാണെങ്കിലും ആഭ്യന്തരമന്ത്രിയെ കാണുമ്പോൾ റെസ്പെക്ടോടെ തന്നെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. ഈ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ പാർട്ടി ഏതാണ്? CPIM എന്ന് പറയുന്ന പാർട്ടിയാണ്. നിങ്ങൾ ടി.പി. ചന്ദ്രശേഖരൻ കേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 51 വെട്ടി ഒരു മനുഷ്യനെ കൊന്നു തള്ളിയ കേസാണ്. ഇവിടുത്തെ പത്രങ്ങളിലെല്ലാം നമ്മളെ മുഖം കണ്ടുകയാണ്. നമ്മളെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് മുഖം കണ്ടത്. എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നാടായി കേരളം. എത്ര പേർക്കറിയാം എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇതിന്റെയൊക്കെ വാർത്ത നമ്മുടെ മീഡിയക്കകത്തോടെ വരുമല്ലേ, അതിന്റെ വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരുന്നു. ഇതൊക്കെ മാർക്കോ സിനിമയുടെ ഫലമാണ്? അല്ല. ഇവിടെ പോലീസുകാർ കൃത്യമായി പണിയെടുക്കുന്നില്ല. അങ്ങനെ നിരോധിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന പാർട്ടികളെ നിരോധിക്കണം. ആൾക്കാർ ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ TV വെച്ച് നോക്കുക, കൃപേഷ് ശരത്ലാൽ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരെ കൊന്ന കേസിൽ വിധി വന്ന ദിവസമാണ്. എവിടെ? ഈ കേരളത്തിലെ കാര്യമാകുമ്പോൾ പറയുന്നത്. ഇതിലും വലിയ വയലൻസ് ആ സിനിമയില്
ഈ 2.5 മണിക്കൂർ ഒരു ഉണ്ണിമുകുന്ദന്റെ സിനിമയിൽ കാണിച്ച വയലൻസിന് അപ്പുറം നമ്മുടെ നാട്ടില് പബ്ലിക്കായിട്ട് റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് മുമ്പിൽ. ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ അതിന്റെ ജീവിച്ച രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോഴും നമ്മൾ ഓർത്തു നോക്കുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ വാർത്തകളൊക്കെ. അവരുടെ അമ്മ കരയുന്നത്, അവരുടെ ഭാര്യയുടെ മുഖം. ഈ നാട്ടിലല്ലേ ഇത് നടന്നത്? എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ അടുത്ത സമയത്ത് ആലപ്പുഴയിൽ നടന്നു, പാലക്കാട് നടന്നു. എന്തെല്ലാം തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ കേട്ടോണ്ടിരിക്കുകയല്ലേ? എന്തെല്ലാം തരത്തിലുള്ള അറ്റാക്കുകൾ പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? ഈ ഭീകരമായ രീതിയിലുള്ള റിയൽ ലൈഫിൽ ഒരു മനുഷ്യനെ വെട്ടിക്കേറി കൊന്നുകൊണ്ടിരിക്കുകയാണ്. 51 വെട്ട് മനുഷ്യനെ മുഖമൊക്കെ വികൃതമാക്കി കളയും. ആ പാർട്ടിയുടെ ഒരു നേതാവാണ്, അന്നത്തെ ഒരു സെക്രട്ടറിയൊക്കെയാണ് പിണറായി വിജയൻ. പുള്ളിക്കാരനെ നിന്നപാട് കണ്ടപാതി കാണാത്ത പാതി സല്യൂട്ട് അടിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പോലീസുകാർ. റിയൽ ലൈഫില് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴിരുന്ന് പറയാണ് ഈ സിനിമ രാജ്യദ്രോഹ സിനിമയാണെന്ന്, ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കണമെന്ന്, ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് പണം ലഭിക്കരുത്, അത് ഗവൺമെന്റ് കണ്ടുകെട്ടണമെന്ന്. മാർക്കോ പോലെ ഈ അടുത്ത സമയത്ത് ഞാനൊരു വാർത്ത കണ്ടു, മാർക്കോ സിനിമ പോലെ ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ ഒരു വാർത്ത എങ്ങനെ നിങ്ങളും കണ്ടു കാണും. 2-3 ദിവസം മുമ്പുള്ളതാണ്. ഒരു 14 വയസ്സുകാരൻ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. ആ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് വെച്ചാൽ മാർക്കോ സിനിമ മോഡൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇവന്മാര് 14-ാമത്തെ വയസ്സിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയവന്മാരാണ് കഞ്ചാവ് അടിച്ചതിന്റെ പേരിൽ. ഈ കഞ്ചാവ് ടീമാണ് ഈ പരിപാടി ചെയ്തത്. അത് സിനിമയുടെ പേരിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാ കാര്യം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടക്കുന്ന ക്രൈം നോക്കി ഇതൊക്കെ ഇതിന്റെ ഉത്തരവാദി സിനിമക്കാരാണ് അല്ലെങ്കിൽ ഈ സിനിമയാണ്? അല്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് എത്തുന്നത്? പോലീസുകാർ പണിയെടുക്കാത്തതുകൊണ്ട്. കഞ്ചാവ് എത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ക്രിമിനലായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബോളിവുഡ് സിനിമ കാണുന്ന ബോളിവുഡ് അല്ല ഹോളിവുഡ് സിനിമ, ഇതിൽ വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയും വയലൻസും കാണിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ഹോളിവുഡിൽ ഇതിൽ വലിയ ക്രൈം കാണിക്കുന്ന വയലൻസ് കാണിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് ഇംഗ്ലീഷുകാരെല്ലാം ഭയങ്കര പ്രശ്നക്കാരാണെന്ന് പറയാൻ പറ്റും. ബോധമുള്ളവന്മാരൊന്നും ഈ ഇതൊന്നും റിയൽ ലൈഫിൽ ചെയ്യാൻ നിൽക്കൂല. റിയൽ ലൈഫിൽ നമ്മൾ കണ്ടാണ് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടാണ്. ഇത് ഇന്നും യൂട്യൂബിലാണ്. ഒരു 7 വയസ്സുകാരൻ ഇന്ന് യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വാർത്ത ഇപ്പോഴും കാണാം. റിയൽ ലൈഫിൽ ഒരു മനുഷ്യനെ 51 വെട്ടി കൊന്ന കേസ്. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ പോയി എന്നാ വിളിച്ചോന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ഉണ്ണിമുകുന്ദന്റെ സിനിമ രാജ്യദ്രോഹ സിനിമയാണ്, ഇത് നിരോധിക്കണം എന്ന് പറയുന്നത്. ഈ സിനിമയായിട്ട് കാണുക, എൻജോയ് ചെയ്യുക, വിടുക. ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലുള്ള കഥാപാത്രങ്ങളും പ്രമേയം കാണും. പ്രകൃതി പടമുണ്ട്, കോമഡി പടമുണ്ട്, വയലൻസ് ഉണ്ട്. കാണുക, 2.5 മണിക്കൂർ കാണുക, വിടുക. ഇത്രയേ ഉള്ളൂ കാര്യം. അതല്ലാതെ വെറുതെ ഉണ്ണിമുകുന്ദന്റെ പിന്നാലെ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാർക്കോ സിനിമ കണ്ടിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ കമന്റ് ചെയ്യുക. പിന്നെ ഈ ഉണ്ണിമുകുന്ദനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വെറുതെ ആൾക്കാരൊക്കെ അനാവശ്യമായ രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷെയ്ൻ നിഗമിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരൊക്കെ തെറ്റായി പറയുന്നു, തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അന്നേരം തിരുത്താതെ പിന്നെ വന്ന് മാപ്പ് പറയുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ണിമുകുന്ദന്റെ നേരെ വലിയ രീതിയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റൊരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സിനിമ ഹിറ്റായി, പുള്ളിക്കാരൻ പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് പല മേഖലയിലും പല ലാംഗ്വേജിലും ആ പടം ഹിറ്റാണ്. ഒരു മലയാള പടം പോയിട്ട് നോർത്ത് ഇന്ത്യ ഹിറ്റായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോഴും ഇവിടെ ഇരുന്ന ആൾക്കാർ ഈ സിനിമ പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് ഇത് വെറുതെ ചുമ്മാ ഓരോരോ അസുഖം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന കേരളത്തിൽ ഇരുന്നിട്ട് ഇവിടെ ആൾക്കാർ പറയുന്നത് മാർക്കോ സിനിമ വയലൻസ് ആണ്. ഒരു മനുഷ്യനെ 51 വെട്ടിക്കൊന്നത് റിയൽ ലൈഫ് നമ്മൾ കണ്ടേ. അപ്പോഴാണ് ഈ മാർക്കോ സിനിമ ഇവിടെ ആൾക്കാരെ സ്വാധീനിക്കുന്നു, അത് വയലൻസിലേക്ക് മാറും എന്നൊക്കെ പറയുന്നത്. വേറെ ഓരോ കുത്തിത്തിരിപ്പ് എന്നല്ല എന്ത് പറയാനാണ്. എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതോടൊപ്പം ഒരു കമന്റ് രേഖപ്പെടുത്തുക.